നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാര സ്ഥലം ആവശ്യപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ബിജെപി നേതാവ് പി.സി. ജോർജ്. കേരളത്തിലെ കലാലയങ്ങളിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള മത തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും ഗൂഢശ്രമമാണിതെന്നും പി.സി. ജോർജ് ആരോപിച്ചു. കോളേജിന് സമീപത്ത് 3 മുസ്ലിം പള്ളികൾ ഉള്ളപ്പോൾ കോളേജിനകത്ത് സ്ഥലം ചോദിക്കുന്നത് എന്തിനാണ്? മുസ്ലിം മതസ്ഥർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളും ഇതേ നിലപാട് ആവർത്തിച്ചാൽ എന്ത് ചെയ്യുമെന്നും പി.സി. ജോർജ് ചോദിക്കുകയാണ്. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് പി.സി. ജോർജിനെ അഭിനന്ദിച്ചതിന് പിന്നാലെയാണ് സംഭവത്തിൽ അതിരൂക്ഷ പ്രതികരണവുമായി അദ്ദേഹം തന്നെ രംഗത്ത് വന്നത്. കത്തോലിക്ക സഭയ്ക്ക് പ്രതിസന്ധികളിൽ പിന്തുണ നൽകിയ പ്രബോധകനാണ് ജോർജ് എന്നാണ് പാലാ ബിഷപ്പ് അഭിപ്രായപ്പെട്ടത്. നാർക്കോട്ടിക് ജിഹാദ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ ജോർജ് പാലാ രൂപതയ്ക്ക് പിന്തുണ നൽകിയിരുന്നു. ഇതോടെ കുറച്ചുനാളായുള്ള മൗനം വെടിഞ്ഞായിരുന്നു പി.സി. ജോർജിന്റെ പ്രതിഷേധം. ആസൂത്രിതമായ മതവൽക്കരണമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് നടക്കുന്നത് എന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് R.V. ബാബു പറയുന്നത്. മത തീവ്രവാദികളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഇന്നുള്ളത്. മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് സ്ത്രീകൾക്കായി സർക്കാരോ മതവിഭാഗമോ പ്രത്യേക സൗകര്യമൊരുക്കി കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ഒരു മാനേജ്മെന്റ് സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഗണപതി ഹോമം നടത്തിയിരുന്നു. അന്ന് മാനേജ്മെന്റ് അംഗങ്ങളെ കെട്ടിയിട്ട് ആക്രമിച്ചു. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്. കേരളത്തിൽ തന്നെ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഭരണഘടനാ ആർട്ടിക്കിൾ 25 പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. എന്നാൽ അത് സമൂഹത്തിന് മറ്റ് മതവിഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലാകും. വെള്ളിയാഴ്ചകളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാനുള്ള അവസരം കേരളത്തിലുണ്ട്. സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലും 12 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സമയം നൽകും. രാജ്യത്ത് മറ്റൊരിടത്തും നൽകാത്ത പരിഗണന കേരളത്തിൽ കൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തിടെയാണ് കോഴിക്കോട് കായക്കൊടി നെടുമണ്ണൂർ സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പൂർത്തിയായതിന് പിന്നാലെ മാനേജ്മെന്റ് ഗണപതി ഹോമം നടത്തിയത്. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഹോമം തടസ്സപ്പെടുത്തിയത്.